Hi my friends, welcome to a new video on my channel. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സ്ട്രക്ചറാണ് ഐ ഹാവ് ടു പ്ലസ് V1 ഫോം. നമ്മൾ പറയാറില്ലേ എനിക്ക് അവിടെ പോവേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഗോ ദർ. എനിക്ക് ലഞ്ച് കഴിക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഹാവ് മൈ ലഞ്ച്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഐ ഹാവ് ടു. അതിൻ്റെ 4 രൂപങ്ങൾ നമുക്ക് നോക്കണം. പിന്നെ അതിനോട് കൂടി WH ഫോംസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 രൂപങ്ങൾ അപ്പോൾ ഇത് പറഞ്ഞു നോക്കാം. കൂടാതെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റൻസുകളും എഴുതി കാണിച്ചു തരാം. ഐ ഹാവ് ടു പ്രിപ്പയർ മൈ ഫുഡ്. ഐ ഡോണ്ട് ഹാവ് ടു പ്രിപ്പയർ മൈ ഫുഡ്. ഡു യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഫുഡ്? ഡോണ്ട് യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഫുഡ്? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ലേ എന്നാണ് ഇതിൻ്റെ ചോദ്യം വരുന്നത്. അതോടുകൂടി WH ഫോംസ് കൂടി ആഡ് ചെയ്ത് എങ്ങനെ പഠിക്കാൻ നോക്കാം. ഇവിടെ WH ഫോംസ് എന്ന് പറഞ്ഞാൽ Wയും Hയും അടങ്ങിയ ആ രൂപത്തിനെയാണ് നമ്മൾ WH ഫോംസ് എന്ന് പറയുന്നത്. അതായത് ഹു എന്ന് പറഞ്ഞാൽ W ഉണ്ട് H ഉണ്ട്. ഹൗ എന്ന് പറഞ്ഞാൽ അതിൽ W ഉണ്ട് H ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ WH ഫോംസ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ബിഗിനറായ സമയത്ത് വെൻ ഐ വാസ് എ ബിഗിനർ ഐ വുഡ് മേക്ക് സോ മെനി മിസ്റ്റേക്സ്. ഓൾ ദീസ് മിസ്റ്റേക്സ് വർ റെക്ടിഫൈഡ് ബൈ വൺ മാം. ഞാൻ ബിഗിനറായ സമയത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാക്കുമായിരുന്നു. ആ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി തരുന്നൊരു മാം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ. ആ മാമിൻ്റെ പേര് ദീപാമയാണ്. ദീപാമയാണ് ഓർമ്മിപ്പിച്ചത്. ദീപാമ ഞാൻ ടീച്ചർ എന്നിട്ട് വിളിക്കുക. കാരണം എനിക്ക് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇംഗ്ലീഷ് സംബന്ധമായി തന്നതുകൊണ്ട് ഞാൻ അത് ഒരു ഗുരുതുല്യമായ സ്ഥാനത്താണ് കാണുന്നത്. ടീച്ചറായിട്ട് തന്നെ എപ്പോഴും കാണാം. അപ്പം WH ഫോംസ് ഒരു 10-18 ഉണ്ട്. അത് മാം പറഞ്ഞാണ് പരിചയപ്പെടുത്തണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. 18 WH ഫോംസ് ഉണ്ട്. അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. അതിൻ്റെ അർത്ഥങ്ങളും 18-19 ഉണ്ട് WH ഫോംസ്. അതിനുശേഷം നമുക്കൊരു സെൻറ്റൻസ് എടുത്തിട്ട് അതിന് 4 രൂപങ്ങളിലേക്ക് തിരിച്ചിട്ട്, അതായത് നമുക്ക് നിത്യസംഭാഷണത്തിൽ ഉപയോഗിക്കാനുള്ളത് തിരിച്ചിട്ട് അതിൻ്റെ കൂടെ WH ഫോംസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം WH ഫോംസ് എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് സുഹൃത്തുക്കളെ WH ഫോം. വാട്ട് എന്ത്, വേർ എവിടെ, വെൻ എപ്പോൾ എന്ന്, വിച്ച് ഏത്, ഹൗ എങ്ങനെ, വൈ എന്തിന് എന്തുകൊണ്ട്. അടുത്തത് ഹൂസ് ആരുടെ, ഹൂ ആര്, ഹൂം ആരെ, ടു ഹൂം ആർക്ക്. അടുത്തത് അറ്റ് വാട്ട് ടൈം എത്ര മണിക്ക്, ഹൗ ഫാർ എത്ര ദൂരം, ഹൗ ഓഫൺ എത്ര തവണ, ഹൗ ലോങ് എത്ര കാലം എത്ര നേരം, വിത്ത് ഹൂം ആരുടെ കൂടെ. അടുത്തത് സിൻസ് വെൻ എന്ന് മുതൽ എപ്പോൾ മുതൽ, ഹൗ മെനി എത്ര എണ്ണാവുന്നവ, ഹൗ മച്ച് എത്ര എണ്ണാനാകാത്തവ. അടുത്തത് സിൻസ് വൺ എന്ന് മുതൽ എപ്പോൾ മുതൽ, ഹൗ മെനി എത്ര എണ്ണാവുന്നവ, ഹൗ മച്ച് എത്ര എണ്ണാനാകാത്തവ. അഫർമേറ്റീവ് സെൻറ്റൻസ് ഐ ഹാവ് ടു ഗോ ടു ഊട്ടി. നോർമൽ സെൻറ്റൻസ് ആണ്. അതിൻ്റെ നെഗറ്റീവ് ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ഊട്ടി. പിന്നെ അതിൻ്റെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ്. ഡു യു ഹാവ് ടു ഗോ ടു ഊട്ടി? നിങ്ങൾക്ക് ഊട്ടിയിൽ പോവേണ്ടതുണ്ടോ? ആ നെഗറ്റീവ് ഫോമിൻ്റെ ആ ചോദ്യത്തിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം. ഡോണ്ട് യു ഹാവ് ടു ഗോ ടു ഊട്ടി? നിങ്ങൾക്ക് ഊട്ടിയിൽ പോവേണ്ടതില്ലേ? ഇങ്ങനെയാണ് WH ഫോംസ് ഉണ്ടാക്കുക. 4 forms. Keycap 1 affirmative. I have to go to OT. Keycap 2 negative. I do not have to go to OT. Keycap 3 interrogative. Yes, no question. Do you have to go to OT? Keycap 4 negative interrogative. Don't you have to go to OT? സുഹൃത്തുക്കളെ WH ക്വസ്റ്റ്യൻസ് ഫോംസ് എങ്ങനെ ചേർക്കുക? വൈ ചേർത്ത് എങ്ങനെ പറയാം? വൈ ഡു യു ഹാവ് ടു ഗോ ടു ഊട്ടി? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഊട്ടിയിൽ പോകേണ്ടതുള്ളത്? വെൻ ഡു യു ഹാവ് ടു ഗോ ടു ഊട്ടി? എപ്പോഴാണ് നിങ്ങൾക്ക് ഊട്ടിയിൽ പോകേണ്ടതുള്ളത്? ഹൗ ഡു യു ഹാവ് ടു ഗോ ടു ഊട്ടി? എങ്ങനെയാണ് നിങ്ങൾക്ക് ഊട്ടിയിൽ പോകേണ്ടതുള്ളത്? ഇങ്ങനെ ആപ്റ്റായ WH ഫോംസ് ഉപയോഗിച്ച് പഠിക്കുക. ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വി ക്യാൻ മീറ്റ് അഗെയിൻ. അണ്ടിൽ ദാൻ, ബൈ.